നമസ്കാരം. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. ഇതിനു വേണ്ടി വൈറ്റ് മീറ്റ് ഫിഷ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഡാമിൽ വളർത്തുന്ന കട്ട്ള എന്ന ഫിഷാണ്. വെളുത്ത മാംസമുള്ള മീനുകളായ ആവോലി, തിലാപ്പിയ, റോഹു, മൃഗാല എന്നിവയും ഈ രീതിയിൽ ഫ്രൈ ആക്കാൻ നല്ലതാണ്. ഇവിടെ വൃത്തിയാക്കിയ കട്ട്ള മീനിൻ്റെ കഷ്ണങ്ങൾ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിൽ വൃത്തിയാക്കിയ ഇഞ്ചി കഷ്ണവും 6 അല്ലി വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കുരു നീക്കിയ നീര് ആയിരിക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഉപ്പ് ആവശ്യാനുസരണം ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി യോജിപ്പിച്ച് മിനിമം 10 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാം. നല്ലപോലെ യോജിപ്പിക്കണം. ഈ സമയത്ത് മീൻ കഷ്ണങ്ങൾ മുക്കി പൊരിക്കുന്നതിനുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതിലേക്കായി ഒരു ഡിഷിൽ 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിച്ച് വയ്ക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി വയ്ക്കണം. വെള്ളം കൂടാൻ പാടില്ല. ദോശമാവിൻ്റെ അയവിൽ കലക്കി വയ്ക്കാം. മീൻ കഷ്ണങ്ങൾ ഇതിൽ മുക്കി എടുത്ത് വേണം വറുത്തെടുക്കാൻ. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായാൽ മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇനി മൈദ കോൺഫ്ലോർ മിക്സിൽ മുക്കി മീൻ കഷ്ണങ്ങൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ തെറിച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ച് താഴ്ത്തി വേണം ഇട്ട് കൊടുക്കാൻ. ആവശ്യത്തിന് മൊരിച്ചെടുത്താൽ മതി. നല്ലപോലെ മൊരിയേണ്ട ആവശ്യമില്ല. കുറച്ച് സമയത്തിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. സാവകാശം വേണം ചെയ്യാനായിട്ട്. മീൻ കഷ്ണങ്ങൾ പൊട്ടി പോകാതെ ശ്രദ്ധിക്കണം. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് കൂടി പാകത്തിന് മൊരിഞ്ഞ് വരട്ടെ. ഈ ഫിഷ് ഫ്രൈ ചോറ്, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ വളരെ രുചികരമാണ്. സോസ് കൂട്ടി കഴിക്കാനും വളരെ നല്ലതാണ്. ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഫ്രൈ ആണിത്. വെളുത്ത മാംസമുള്ള മീൻ മാത്രമല്ല, ചെമ്മീനും ഇതുപോലെ ചെയ്താൽ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.